എന്താണ് സംഭവിച്ചത്? നിങ്ങൾ പോസ്റ്റ് ഇടാനുണ്ടായ സാഹചര്യവും? എൻ്റെ പൊന്നു സാറേ, ഞാനൊരു സാധാരണക്കാരാണ്. എനിക്ക് 3 ചെറിയ മക്കളാണ്. ആ മക്കൾ ഉറങ്ങുക എന്നുള്ളത് ഏതൊന്നും രക്ഷിതാക്കളുടെ ഒരു ഇതാണല്ലോ. അപ്പോൾ ഒരു 10:30 ഒരു 10:15 കറണ്ട് പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ വന്നു. 2:30 പോയിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് വന്നു. അപ്പോൾ അത്ര സാഹചര്യത്തിൽ കുട്ടികൾ ഉറങ്ങത്തില്ല. കാരണം ഒന്നാമത് എൻ്റെ വീടെന്ന് പറയുന്നത് തോടിൻ്റെ സൈഡിലാണ്. കൊതുകിൻ്റെ ശല്യം അസഹനീയം. ആ സാഹചര്യത്തിൽ എൻ്റെ കയ്യിലിരുന്ന ഒരു ഇപ്പം വാങ്ങിച്ചാണ് പോർട്ടബിൾ ഒരു ചാർജബിൾ ഒരു ഫാനുണ്ട്. അത് വെച്ച് ഉറക്കുന്നൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിരന്തരം കറണ്ട് പോകുന്നു. മുമ്പൊന്നും ഇല്ലാത്ത തരത്തിൽ ഇപ്പോൾ കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളൊരു കണ്ടൻറ്റാണ്. പിന്നെ ഒരു പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഇന്ന് എത്രാമത്തെ തവണയാണ് ഈ കറണ്ട് പോകുന്നത് എന്നാണ് പൂക്കി എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അതുകൊണ്ടാണ് കേസ് കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. കേസിൻ്റെ ആധാരം എന്താണെന്ന് ഇതുവരെ എനിക്കറിയത്തില്ല, സത്യാവസ്ഥ പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കേസ് ആകാൻ സാധ്യതയില്ല. നിങ്ങളുടെ മൊബൈലൊക്കെ പരിശോധിച്ചപ്പോൾ അതിനകത്ത് യാതൊരുവിധ കണ്ടൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എൻ്റെ സ്വാഭാവികമായിട്ട് ഞാനൊരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് പ്രതികരിക്കാൻ കിട്ടുന്ന ഒരു അവസരം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണല്ലോ. അല്ലാണ്ട് ഞാൻ ആ പാതിരാത്രിക്ക് എവിടെ പോയി പ്രതികരിക്കാനാണ്. അപ്പോൾ ഫോൺ തിരിച്ച് കിട്ടിയോ? ഇല്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ സാറ് വിളിക്കാമെന്ന് പറഞ്ഞു. ഇല്ല, അതിനകത്ത് അസഭ്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അസഭ്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല.